ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണായി തുടങ്ങിയില്ലേ? നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഈ മാവും പ്ലാവൊക്കെ പൂക്കാണ് നിൽക്കുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഞാനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ട് വരാം കേട്ടോ. കാരണം എത്ര വർഷം എത്തിയ, എത്ര പഴക്കെത്തിയ മാവായാലും പ്ലാവായാലും എന്ത് ചെടിയായാലും ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂത്ത് കായ്ക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് കേട്ടോ. മാവ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, അതുപോലെ തന്നെ മാങ്ങയും. അപ്പോൾ ഈ മാങ്ങയുടെ ഉള്ള കൊതിയുണ്ട് ഒട്ടുമാവ് കുറേ എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പക്ഷേ ഒറ്റെണ്ണം കായ്ച്ചില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒട്ടുമാവ് വാങ്ങിച്ചിട്ട് കായ്ക്കാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഉമ്മയുടെ അടുത്തും ഇതേപോലെ ഒട്ടുമാവ് ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മ കുറച്ച് വളങ്ങളൊക്കെ ചെയ്തു. അത് കുറച്ച് ട്രിക്കോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഒരു മാസത്തിനകം നമുക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. നന്നായിട്ട് പൂത്തു. ആ ഒരു മാവാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ എത്ര പൂക്കാത്ത മാവാണെങ്കിൽ കൂടിയും, എത്ര വർഷം പഴക്കം എത്തിയതാണെങ്കിൽ കൂടിയും നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ ഈ വളം കൊടുത്തിട്ട് ഒരു 30 ദിവസത്തിന് അടുക്കായപ്പോഴേക്കും നന്നായിട്ട് പൂത്ത് വന്നു. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കൂട്ടോ. ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പുളിച്ച കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ഒരു ബക്കറ്റിലേക്ക് ഇതേപോലെ ഒഴിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പുളിക്കും. എന്നാൽ മാത്രമേ കൂടുതൽ സൂക്ഷ്മാണുക്കൾ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കഞ്ഞിവെള്ളത്തിലാണ് നമ്മുടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മാവിനുള്ള അളവാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ബക്കറ്റ് എടുക്കുക, അതിലേക്ക് ഒരു 4 കപ്പ് കഞ്ഞിവെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചേർക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കാണ്. അപ്പോൾ കടലപ്പിണ്ണാക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിവിടെ 2 പിടി കപ്പലണ്ടി പിണ്ണാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്കിൽ NPK കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് കൂടാതെ മറ്റ് ഉപമൂലകങ്ങളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ എടുക്കുന്നത് നമ്മൾ ചാരമാണ് കേട്ടോ. ചാരം ഞാനിവിടെ ഒരു പിടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാസ്യം കാൽസ്യം ഒക്കെ ഒരുപാട് കൂടുതലുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ചാരം. പിന്നെ എടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫംഗസ് ബാധകൾ അതുപോലെയുള്ള എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നശിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി ആവശ്യമാണ്. അപ്പോൾ ഒരു 100 ഗ്രാം അടുക്കെയാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. ഒരു കപ്പ് തൈര് ഞാൻ നന്നായിട്ട് പുളിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫംഗസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ചായല നന്നായിട്ട് കട്ടൻ ചായ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടുതൽ സൂക്ഷ്മാണുക്കളുടെ നിരക്കൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ ഫലഭൂയിഷ്ഠത കൂട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു തേയില വെള്ളവും അതുപോലെ തന്നെ തൈരും ഒക്കെ നമുക്ക് ഹെൽപ്പാകുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2 തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ ബക്കറ്റിൽ കാണുന്നത് ഞാനിവിടെ കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും ചേർത്തിട്ടുള്ള വളമാണ്. പിന്നെ അപ്പുറത്ത് ഞാൻ ചെറിയ ബക്കറ്റിൽ കാണുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വളമാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ ബക്കറ്റിലുള്ളതാണ് പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വളം. മറ്റേത് നമ്മൾ തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വളം എടുക്കുമ്പോൾ നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഏതിനായാലും ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 2 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർത്തിട്ടാണ് മാവിനായാലും തെങ്ങിനായാലും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതേപോലെ കടലാസ് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ന്യൂസ് പേപ്പേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ കലണ്ടറിൻ്റെ ഒക്കെ കഷ്ണങ്ങൾ, അതൊക്കെ നമ്മൾ ഇതേപോലെ പിച്ച് ചീന്തി എടുക്കുക കേട്ടോ. അതൊന്നും ഇനി കത്തിച്ചൊന്നും കളയണ്ട കേട്ടോ, ഒക്കെ വളം തന്നെയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത് കോവലൊക്കെ അങ്ങോട്ട് പടർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മണ്ണ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ മണ്ണ് കൂട്ടിയിട്ടെടുത്തേക്ക് ഈ ഒരു കടലാസ് കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേരിലേക്ക് പോകാതെ പതുക്കെ വേരിലേക്ക് വന്നിട്ട് നമുക്ക് കറക്റ്റൊരു ഫലം നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി എന്താ ചെയ്യുക, കുറച്ച് വളം നമുക്ക് ഇതേപോലെ മണ്ണ് നീക്കിയിട്ട് ഒരടി നീക്കിയിട്ട് മണ്ണ് നീക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ കുറച്ച് നനച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഡ്രമ്മിലൊക്കെ വെച്ചിരിക്കുന്ന മാവാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ വെറും മണ്ണില്ലാതെ ചവറ് വെച്ചുകൊണ്ട് മാത്രം നട്ടിട്ടുള്ള മാവാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, കടയിൽ തട്ടാതെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്യേണ്ടത്. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വളമുണ്ടല്ലോ, അത് നമുക്ക് തെങ്ങിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ലോണം ഡൈലൂട്ട് ചെയ്യുക. അപ്പോൾ തെങ്ങിൻ്റെ തടത്തിൽ നിന്നൊക്കെ 2 അടി വിട്ടിട്ട് മണ്ണ് ഒന്ന് കുഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ വളം ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പുളിപ്പിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മളിത് യൂസ് ആക്കുക. നന്നായി പുളിപ്പിക്കാൻ പറയുന്നത് ഇത് കൂടുതൽ സൂക്ഷ്മാണുക്കൾ വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ ഇത് കൂടുതലായിട്ട് ഇതിന് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ, കൂടുതൽ കായ്കനികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വളമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കണ്ടന്റുമായി വരുന്നത് വരേക്കും സൈനിങ് ഔട്ട് ബൈ റൂബി നൗഷാദ്.